തരം ഘടകങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരു ഹിസ്റ്ററിയിൽ നമുക്കതൊരു ചേഞ്ച് വരുത്തണം, അതായത് ഒരു മാറ്റി മറിക്കുന്നു, ആ ചേഞ്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മൂന്നാമത്തെ ആ ചേഞ്ചിൽ നിന്ന് വരുന്ന കോൺസിക്വൻസസ് എന്താണെന്ന് നമുക്ക് ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് കാണിക്കണം. അപ്പോൾ എഴുതുമ്പോഴല്ലോ ജോഫിൻ, ഇതിൻ്റെ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ഇതിൻ്റെ റൈറ്റിംഗ് സമയത്ത് എത്രത്തോളം നമുക്ക് ഇതിലെ എന്താ പറയുക സത്യാവസ്ഥ എടുക്കാം, എത്രത്തോളം ചേഞ്ച് കൊണ്ടുവരാം എന്നുള്ള ആ ഒരു കോണ്ടെക്സ്റ്റിൽ എങ്ങനെയായിരുന്നു അത്? ഹൗ മച്ച് യു ഷുഡ് ബി ട്രൂത്ത്ഫുൾ ടു ഹൗ മച്ച് യു ക്യാൻ ബ്രിങ് ഇൻ യുവർ ക്രിയേറ്റീവ് ഫ്രീഡം? ഇതിൽ ഈ ഒരു കഥയുടെ ഈ ഒരു പ്രശ്നം കാരണം തന്നെയാണ് ഈ സിനിമ ആദ്യ സിനിമയുടെ എനിക്ക് നടക്കാതിരുന്നത്. കാരണം ഇതിൽ ഒരുപാട് പേരുടെ അനുമതി ഈ സിനിമ നടക്കാൻ ആവശ്യമുണ്ട്. അതായത് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകളെക്കാൾ കൂടുതൽ ഞാൻ കഥ പറഞ്ഞിരിക്കുന്നത് ഇതിലെ അതെ നേരത്തെ എനിക്ക് അനുമതി വാങ്ങേണ്ട ആൾക്കാരോടാണ്. അപ്പോൾ അവരുടെ ചിലരൊക്കെ മരിച്ചുപോയ ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഫാമിലിയോട് കഥ പറയണം. അതേപോലെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ 40 കൊല്ലം മുമ്പിലത്തെ കഥയാണ്. അതെ, 85-ലൊക്കെ നടക്കുന്ന ഒരു 2024-25-ലും 85-ലുമായിട്ട് നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ഈ സിനിമയിൽ അത് ഇപ്പം ഞാൻ ഡയറക്റ്റ് പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ മമ്മൂക്കയില്ല. പക്ഷേ ഈ സിനിമയിൽ മമ്മൂക്കയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്നൊരു സിനിമയായിരുന്നു. അപ്പോൾ ഞാൻ ഈ കഥ ആദ്യം പറയുന്നത് മമ്മൂക്കയോടാണ്.